ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇപ്പോൾ എപ്പോഴും കേൾക്കാറുണ്ട് കോളേജിൻ്റെ ഒരു ലിസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒന്ന് പറയും എന്നുള്ളത്. നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് പല പോയിൻറ്റ്സും. അപ്പോൾ അതൊന്ന് ഒരുമിച്ച് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഡിഗ്രി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നമ്മൾ ആ ഒരു തൊഴിൽ മേഖലയിൽ കുറച്ചും കൂടി നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് അറിവുകളും റിസർച്ചും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ പോസിബിൾ ആവണം എന്നില്ല, പക്ഷേ പറ്റുന്നവർ ഇതെല്ലാം തന്നെ നോക്കി നല്ല റാങ്ക് ഉള്ളവർ നല്ല കോളേജസിൽ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ് അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി. നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി, അവിടുത്തെ അവർ കൊടുക്കുന്ന വർക്ക്ഷോപ്പുകൾ, പിന്നെ ചില കോളേജസ് നല്ല നല്ല ഇൻറ്റേൺഷിപ്പുകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓർക്കാട്ടോ, ഈ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇൻറ്റേൺഷിപ്പുകളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് റെസ്യൂമിലൊക്കെ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ അറിവുകളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേടണം എന്നുണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പുകളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഇൻറ്റേൺഷിപ്പുകൾ, വർക്ക്ഷോപ്പുകൾ കൊടുക്കുന്നത്, ലാബ് ഫെസിലിറ്റി, പിന്നെ CS ഒക്കെ ആണെങ്കിൽ അവിടുത്തെ ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ലൊക്കേഷൻ ഒരു ഇതിൽ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്കൊക്കെ കൂടുതൽ പ്ലേസ്മെൻറ്റുകളൊക്കെ വരാനുള്ള ചാൻസുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയും അതൊക്കെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ഘടകമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കി പോകാനായിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ കോളേജുകളുടെ വെബ്സൈറ്റ് നോക്കുക, മറ്റൊന്ന് നിങ്ങളവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ അടുത്ത് ചോദിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ റയർ കോഴ്സുകളുണ്ട്, പക്ഷെ അവിടെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ലാബ് ഫെസിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഓർഡർ പറയുവാണെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇങ്ങനെയൊക്കെയാണ് ഓർഡർ, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ആദ്യമേ തന്നെ ഒരു എൻജിനീയറിംഗ് എന്നുള്ള ഒരു സ്വപ്നം കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആദ്യം ആലോചിക്കുക CET പറ്റിയിട്ടാണ്. കോളേജ് ഓഫ് എൻജിനീയറിംഗ് ട്രിവാൻഡ്രം. പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് അക്കാദമിക് ആണെങ്കിലും എല്ലാം തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കോളേജ് ഓഫ് എൻജിനീയറിംഗ് ട്രിവാൻഡ്രം. TVE എന്നാണ് ആ കോളേജിൻ്റെ കോഡ് വരിക. ആ ഒരു കോളേജാണ് കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ പറയുവാണെങ്കിൽ തൊട്ട് അതിൻ്റെ പുറകെ തന്നെ, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു കോളേജാണ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് തൃശ്ശൂർ. TCR കോഡ് വരുന്ന കോളേജ് ഓഫ് എൻജിനീയറിംഗ് തൃശ്ശൂരും ഈ പറയുന്ന പോലെ പാരമ്പര്യവും അല്ലെങ്കിൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കോളേജ് തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഈ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര CS-നും EC-ക്കും നല്ല പ്ലേസ്മെൻ്റ് ഉള്ള ഫുൾ കുട്ടികളും പ്ലേസ്ഡ് ആവുന്ന ഒരു കോളേജ് തന്നെയാണ് ഈ ഒരു മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ നോക്കുമ്പോൾ TKM ഉണ്ട്. ഇപ്പം നിങ്ങൾ മെക്കാനിക്കലാണ് എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ TKM ആയിരിക്കും മോഡലിനെക്കാട്ടി നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവണ്ടോ? ഇപ്പോൾ ഈ മെക്കാനിക്കലിനും ഇപ്പോൾ നല്ല പ്ലേസ്മെൻറ്റും സാധ്യതകളും ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഈ വർഷത്തെ ഒരു അനുഭവം വെച്ചിട്ട് പറയുന്നത്, ഇപ്പോൾ IIT പാലക്കാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ മെക്കാനിക്കലിൽ ഫുൾ കുട്ടികളും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ മെക്കാനിക്കലിനും പ്ലേസ്മെൻറ്റ് ഇല്ലയെന്ന് നമ്മൾ സാധ്യത പറയുമ്പോഴും ഫുൾ പ്ലേസ്മെൻറ്റുകൾ ഈ IIT പാലക്കാടിൽ മെക്കാനിക്കലിന് ഫുൾ പ്ലേസ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മെക്കാണോ TKM ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് വൈസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ മെക്കാനിക്കലാണ് എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ TKM വെക്കുക. അതേസമയം CSO EC ഒക്കെ പോലുള്ള കോഴ്സുകളാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ മോഡൽ തന്നെയായിരിക്കും. ഇപ്പോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അലൂമിനീസാണ്, അവിടെ പ്ലേസ്മെൻറ്റ്സ് എല്ലാം ആയിട്ട് അവിടെ എന്ന് വെച്ചാൽ കുട്ടികൾ തന്നെയാണ് പ്ലേസ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ സാറുമാരോ അല്ലെങ്കിൽ മറ്റു ഇതൊന്നുമല്ല, കുട്ടികൾ തന്നെ അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ചു പോയവർ ഒക്കെയാണ് ഈ പ്ലേസ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ല് വളരെ ആക്റ്റീവാണ്. സോ അവിടെ നമ്മൾ EC-ക്കും CS-നും ഒക്കെ അത്യാവശ്യം ഫുൾ പ്ലേസ്ഡ് വരാറുണ്ട്. പിന്നെ മറ്റു കോർ കോഴ്സുകൾക്കും പ്ലേസ്ഡ് ഉണ്ട്. അതിപ്പോൾ ഏത് കോളേജാണെങ്കിലും കോർ കോഴ്സുകളുടെ എന്ന് വെച്ച് ആ കോഴ്സുകൾ നിങ്ങൾ എടുക്കാതിരിക്കരുത് പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ നോക്കുക, ഈ CS-ന് നമ്മൾ ഇപ്പോൾ ചിലവർ CS-ന് തന്നെ വാശി പിടിക്കാറുണ്ട്, എടുക്കണ്ട എന്നുള്ളതല്ല, അല്ലെങ്കിൽ CS നല്ലതല്ല എന്നുള്ളതുമല്ല. CS-ൻ്റെ ചാൻസുകൾ വരും വർഷങ്ങളിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. AI വരവോടുകൂടി നമുക്ക് ഇപ്പോൾ
എന്താ ഹിയറിംഗ് ആൻഡ് ഫയറിംഗ് ആണെന്ന് പറയണം CS ആ ഒരു ബ്രാഞ്ചിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു സാധ്യതകളുണ്ട്. പക്ഷേ അതനുസരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ളതോ, മനസ്സിലായോ? അല്ലെങ്കിൽ ആ ഒരു അതായത് കോഡിംഗ് ഒക്കെ കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കണത്, ഇതിൻ്റെ രീതിയിലുള്ള ആ റിസർച്ചും കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കണത് കോഡിംഗ് അല്ലെങ്കിൽ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നുള്ള ജോലികളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ്. കാരണം സാധാരണ ഈ നമ്മൾ CS പ്ലേസ്ഡ് ആവുന്നത് കൂടുതലും സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നുള്ള ഇതിലാണ്. അപ്പം നിങ്ങൾ ഈ CS ജോലി സാധ്യത കൂടുതലാണ് എന്നുള്ള രീതിയിൽ അത് തിരഞ്ഞെടുക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ തിരഞ്ഞെടുക്കണ്ട എന്നുള്ളതല്ല പറയണത്, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ വരും വർഷങ്ങളിൽ ഇപ്പോൾ തന്നെ ചില കോളേജസിൽ നിന്ന് CS പ്ലേസ്ഡ് ആയ കുട്ടികളെ കമ്പനി വിളിച്ചിട്ടില്ല. ആ കമ്പനികൾ തന്നെ കുട്ടികളെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ കുട്ടികളെ, എടുത്തുകൊണ്ടിരുന്ന കുട്ടികളെ വലിയ പണിയൊന്നും അറിയാത്തവരെയൊക്കെ പയ്യെ ലിസ്റ്റൊക്കെ ഇട്ട് പുറത്താക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ CS നിങ്ങളിങ്ങനെ വാശി പിടിക്കേണ്ട CS തന്നെ വേണം എന്നുള്ളത് അടുത്ത ഓപ്ഷൻ. അല്ലെങ്കിൽ CS ഇപ്പോൾ എമർജ് ചെയ്ത് വരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും EC തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും EC കൂടുതൽ സെമി കണ്ടക്ടേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള VLSI ഒക്കെ, അതുകൊണ്ട് തന്നെ ചില കോളേജുകളിൽ VLSI ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. CS തന്നെ വാശി പിടിക്കേണ്ട. നമ്മളിപ്പോൾ ഏത് കോഴ്സ് എടുത്താലും എപ്പോഴും എല്ലാ വർഷവും പറയാറുണ്ട്, 4 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ചാൻസ് എന്താണെന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ എടുക്കാം. CS ഫുൾ വാല്യൂ പോകുന്നു എന്നുള്ളതല്ല, CS ഇപ്പോൾ കുറച്ച് ഡിമ്മാണ്. വരും കാലങ്ങളിൽ AI ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ അത് എത്രമാത്രം നമുക്കതിലേക്ക് ഇതാവാൻ പറ്റും എന്നുള്ളത് അറിയൂല കേട്ടോ. പക്ഷെ നിങ്ങൾ ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നമുക്ക് ഈ സ്കിൽ റിപ്പോർട്ടുകളുണ്ട്, ഈ ലിങ്ക്ഡിനിലുണ്ടാവും സ്കിൽ റിപ്പോർട്ടുകൾ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് തപ്പി നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ WWFൻ്റെയൊക്കെ സ്കിൽ റിപ്പോർട്ടുകൾ കാണാം. അപ്പോൾ നിങ്ങൾ ഈ ഏത് ജോബിനാണ് ഇപ്പോൾ ഫ്യൂച്ചറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അങ്ങനെയുള്ള ആ റിപ്പോർട്ടുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളിങ്ങനെ ജോലി സാധ്യതയുള്ള കോഴ്സാണ് തേടുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലർക്ക് ചില കോഴ്സിനോടൊരു ഇഷ്ടമുണ്ടാകും, അത് വെക്കാനായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതല്ല, ജോലി സാധ്യതയൊക്കെയാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ലിങ്ക്ഡിനിലുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ജോബ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് കോളേജുകളുടെ ലിസ്റ്റാണ്. നമ്മൾ ആദ്യം CET പറഞ്ഞു, പിന്നെ തൃശ്ശൂർ പറഞ്ഞു, പിന്നെ നിങ്ങൾ CS EC ഒക്കെ പോലുള്ള കോഴ്സുകളാണ് നോക്കണമെങ്കിൽ, ബയോമെഡിക്കലും എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അതൊക്കെ പ്ലേസ്മെൻറ്റ് അത്ര കൂടുതലില്ല, പക്ഷേ അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ മെക്ക് എടുക്കുക, അല്ലെങ്കിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ് മൂന്നാമത് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ മെക്കാനിക്കലാണ് എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ TKM ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നാലാമത് നമുക്ക് TKM പറയാം. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കോളേജാണ് MA കോളേജ് കോതമംഗലം. അതും അത്യാവശ്യം പണ്ട് മുതലേ ഉള്ള ഒരു പാരമ്പര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കോളേജ് തന്നെയാണ് MA കോളേജ് കോതമംഗലം. അവിടെയും അത്യാവശ്യം പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലും ഇപ്പോൾ മോഡലിനെക്കാട്ടിയും നമ്മൾ മോഡൽ പറയുന്നത് പ്ലേസ്മെൻറ്റ് വൈസ് ആണ് മോഡൽ അവിടെ പറയുന്നത്. കാരണം അവിടുത്തെ അലൂമിനീസ് ഇഷ്ടംപോലെ പ്ലേസ്മെൻറ്റ് അവിടെ കൊണ്ടുവരുന്നതുകൊണ്ട്. അപ്പോൾ അഞ്ചാമത് നമ്മൾ പറയുന്നത് MA കോളേജ് കോതമംഗലമാണ്. പിന്നെ നമ്മൾ പറയുന്നത്, അപ്പോൾ MAയുടെ കോഡ് MAC എന്നാണ് കേട്ടോ. MA കോളേജ് കോതമംഗലം എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഇനി നമുക്ക് ബാട്ടൺ ഹില്ലുണ്ട് ട്രിവാൻഡ്രത്ത്. വേറൊരു ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വക്കുമ്പോൾ മാറിപ്പോകരുത്. ട്രിവാൻഡ്രത്ത് 2 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഒന്ന് CET ഒന്ന് ബാട്ടൺ ഹില്ലും. അപ്പോൾ നമ്മൾക്ക് അടുത്ത് പറയാൻ പറ്റുന്നത് ബാട്ടൺ ഹില്ലാണ്. ബാട്ടൺ ഹില്ലിൽ CS ഇല്ല, പക്ഷേ IT ഉണ്ട്. പിന്നെ നമുക്ക് EC അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു കോഴ്സാണ് ബാട്ടൺ ഹില്ല് കേട്ടോ. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഏത് കോളേജാണെന്നുള്ളത്? ബാട്ടൺ ഹില്ല് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രം, TRV എന്നുള്ളതാണ് അതിൻ്റെ കോഡ് കേട്ടോ. പിന്നെ നമ്മൾക്ക് RIT കൊടുക്കാം. പിന്നെ NSS പാലക്കാട് 2 കോളേജ് ഉണ്ട്, രണ്ടും കുഴപ്പമില്ലാത്ത കോളേജുകളാണ്. ആദ്യം നിങ്ങൾ വേണമെങ്കിൽ NSS വെക്കുക, അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് വെക്കുക. പിന്നെ നമുക്ക് ഗവൺമെൻറ് കോളേജ് കണ്ണൂറും വലിയ കുഴപ്പമില്ലാത്ത കോളേജ് തന്നെയാണ്, അത്യാവശ്യം അവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കണ്ണൂർ കൊടുക്കുക. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അപ്പോൾ നമ്മൾ നേരത്തെ മോഡൽ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മോഡലിൽ 2 സീറ്റ് ഉണ്ട്. മെറിറ്റ് ഫുൾ ഫീസും മെറിറ്റ് ലോ ഫീസും. മെറിറ്റ് ഫുൾ ഫീസാണ് മാനേജ്മെൻറ്റ് സീറ്റ്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ അത് എടുത്ത് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടിയിൽ തന്നെ വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മെറിറ്റ് ഫുൾ ഫീസ് മാനേജ്മെൻറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് വീഡിയോ കാണാം,
എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മോഡലിലെ കാര്യം പറയുമ്പോൾ അവിടെ 2 സീറ്റ് ഉണ്ട്, മെറിറ്റും മാനേജ്മെൻറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് CS മെറിറ്റ് വെച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ഇഷ്ടമുള്ള ഗവൺമെൻറ് കോളേജുകൾ വെച്ചിട്ട് വേണമെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് വെച്ചാലും മതി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കാരണം നമ്മൾക്കിപ്പോൾ ഒരു മാനേജ്മെൻറ്റിൽ കിട്ടാനുള്ള ആ ഒരു സീറ്റ് അല്ലെങ്കിൽ റാങ്ക് ഉണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെക്കുന്ന MA കോളേജും ബാർട്ടൺ ഹില്ലൊന്നും വരില്ല. മനസ്സിലാവണ്ട. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്കത് മോഡൽ തന്നെ കിട്ടണം, മാനേജ്മെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റും മാനേജ്മെൻറ്റ് അടുപ്പിച്ചടുപ്പിച്ച് വെക്കാം. അതേസമയം നിങ്ങൾ ആദ്യം മെറിറ്റ് വെക്കുന്നു, പിന്നെ ഞാൻ കുറച്ച് നോക്കിയിട്ടാണ് മാനേജ്മെൻറ്റ് വെക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അടുപ്പിച്ചടുപ്പിച്ച് വെക്കണം എന്ന് നിർബന്ധമില്ല. ഇടയ്ക്ക് ഗ്യാപ്പിട്ട് മെറിറ്റും മാനേജ്മെൻറ്റും വെക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ CET തൃശ്ശൂർ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് TKM, MA കോളേജ് ബാർട്ടൺ ഹില്ല്, പിന്നെ RIT, NSS പാലക്കാട്, അതുപോലെ തന്നെ ഗവൺമെൻറ് പാലക്കാട്, പിന്നെ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ, പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് SCT ആണ്. KSRTCയുടെ കോളേജ് ഉണ്ടല്ലോ, ശ്രീ ചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അത് SCT ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. SCT നല്ല രീതിയിൽ പോകുന്ന ഒരു കോളേജാണ്. സോ SCTയിലും നിങ്ങൾക്ക് മെറിറ്റും മാനേജ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം മെറിറ്റ് വെച്ചിട്ട് പിന്നീട് കുറച്ചും കൂടി ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാനേജ്മെൻറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ചില സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള രാജഗിരി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. രാജഗിരിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് നൽകുന്ന ഒരു കോളേജാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ദൂരേക്കൊന്നും പോകാൻ ഇഷ്ടമില്ല, എറണാകുളം ജില്ലയിലുള്ളവരാണെങ്കിൽ ഈ പറയുന്ന പോലെ ഫീസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ കുറച്ചും കൂടി മുകളിലേക്ക് കയറ്റി രാജഗിരിയൊക്കെ വെക്കാവുന്നതാണ്. രാജഗിരി, അതുപോലെ തന്നെ തൊട്ട് പുറകെ തന്നെ മുത്തൂറ്റും അത്യാവശ്യം പ്ലേസ്മെൻറ്റും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ മുത്തൂറ്റ് വെക്കാം. പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടും, പിന്നെ നമ്മുടെ IHRDയുടെ കോളേജ് തന്നെയാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരും അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ഫിസാറ്റ്, അതുപോലെ മാർ ബസീലിയസ്, സെൻറ്റ് പീറ്റേഴ്സ്, CMS, ആദിശങ്കരയൊക്കെ പോലുള്ള ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് സീറ്റ് എന്ന് പറയുന്ന ഇപ്പോൾ എനിക്ക് ഫീസ് കുറഞ്ഞൊരു കോളേജിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയണ പോലെ പ്ലേസ്മെൻ്റ് ഒന്നും പ്രശ്നമില്ല, നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ എനിക്ക് ഫീസ് കുറഞ്ഞ സ്ഥലത്ത് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വയനാട് ഇടുക്കിയൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം ലൈക്ക് പ്ലേസ്മെൻറ്റുകൾ നമുക്ക് ഫെസിലിറ്റീസൊക്കെ മേ ബി ഉണ്ടാവാം, പക്ഷേ പ്ലേസ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പുറകിലേട്ടായിട്ടായിരിക്കും വരാനുള്ള ചാൻസ് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് ഈ കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും, പിന്നെ നിങ്ങൾക്ക് അവിടെ കോൾ ചെയ്തും അന്വേഷിക്കാം. ചില കോളേജസ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ലിസ്റ്റിൽ കാണുന്നത് അവിടെ കോൾ ചെയ്ത് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചിലവർക്ക് നമ്മൾ ആഗ്രഹിച്ച കോളേജിലേക്ക് എത്താൻ പറ്റൂലല്ലോ എന്ന് വെച്ചാൽ റാങ്ക് നമുക്ക് കുറച്ച് പുറകിലൊക്കെ ആണെങ്കിൽ അവർ കുറച്ചും കൂടി കോളേജസൊക്കെ ഓപ്റ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് എത്ര കോളേജസ് വേണമെങ്കിലും വെക്കണതിന് കുഴപ്പമില്ല, എത്ര കോഴ്സ് വേണമെങ്കിലും വെക്കണതിന് കുഴപ്പമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ എൻജിനീയറിങ്ങിന് ഇപ്പോൾ CS ആണെങ്കിലും EC ആണെങ്കിലും ഒക്കെ നമുക്കിപ്പോൾ കോഴ്സെറ ഒക്കെ പോലുള്ള കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെ നമ്മൾക്ക് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് ചില കോളേജസ് ഫ്രീ ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മോഡലൊക്കെ കോഴ്സറയുടെയൊക്കെ കോഴ്സുകളും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അല്ലെങ്കിലും തന്നെ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സുകൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഈ AI ടൂൾസൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പോൾ കോഡിങ് ആണെങ്കിൽ ഇപ്പോൾ EC പഠിച്ചിട്ട് നിങ്ങൾക്ക് CS ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡിങ് സൈഡിൽ പഠിക്കാം. കോഡിങ്ങിൻ്റെയൊക്കെ ഭാവി ഈ പറയണ പോലെ നമുക്കറിയില്ല, അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവണത് അത്ര ശുഭമായിട്ടുള്ളൊരു ഭാവി എന്നുള്ളതല്ല കേട്ടോ. എന്നുവെച്ചാൽ എനിക്കങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല, നമ്മൾ ഇതിൽ കാണുന്ന കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ നിങ്ങളിപ്പോൾ EC ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് CS ഇഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് ഇപ്പോൾ ത്രിപിളി പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കോഴ്സുകളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ വഴികളുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ തോന്നാറുണ്ട് എന്തിനാണ് ചില കുട്ടികളെ ചില കോഴ്സുകൾ പഠിച്ചിട്ട് CS നല്ല മിടുക്കന്മാരായിട്ട് പോകുമ്പോൾ ഒക്കെ പൈത്തണും ജാവയും അല്ലെങ്കിൽ കോഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പഠിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ്
സെമസ്റ്ററൊക്കെ തുടങ്ങി ഇങ്ങനെയുള്ള കോഴ്സുകളും സൈഡിൽ കൂടിയൊക്കെ ചെയ്യുമ്പോൾ ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യുമ്പോൾ അല്ല ഈ പറയുന്ന പോലെ AI ടൂൾസുകളൊക്കെ പഠിക്കുമ്പോഴും ഇനി സൈബർ സെക്യൂരിറ്റി പോലുള്ള കോഴ്സുകൾക്കൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് ഒക്കെ പോലുള്ള റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ഒക്കെ പോലുള്ള കോഴ്സുകൾക്കൊക്കെ നമുക്ക് സൈഡായിട്ട് പഠിച്ചു പോകാം. മനസ്സിലായി? അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ വേറൊരു ബ്രാഞ്ചാണ് എടുത്തെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ CS ചില കോളേജസ് ഏത് ബ്രാഞ്ച് എടുത്തവരും ചില കമ്പനീസ് ബ്രാഞ്ച് ഏതെടുത്തവരെയൊക്കെ CS പ്ലേസ്മെൻറ്റിൽ ഇരിക്കുകയെന്ന് പറയും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്ലേസ്ഡ് ആവാനൊക്കെ പറ്റും. അപ്പോൾ ഏത് കോഴ്സാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ചും കൂടി സ്കിൽ റിപ്പോർട്ടുകൾ നോക്കുക. നിങ്ങൾ ഫ്യൂച്ചർ ജോബൊക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴത്തെ സാധ്യതയാവില്ല, ചിലപ്പോൾ ഇനി കമ്പ്യൂട്ടറിന് CS കൂടാനുള്ള സാധ്യത എനിക്ക് തോന്നണില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആധികാരികമായിട്ട് പറയാനുള്ള അറിവൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ നോക്കുക. ഫ്യൂച്ചർ റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോൾ AI ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഗൂഗിളാണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഒക്കെ മൈക്രോസോഫ്റ്റ് ഒരു വശത്ത് കൂടി എടുക്കേണ്ട, ഒരു വശത്ത് കൂടി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹിയറിംഗ് ആൻഡ് ഫയറിംഗ് അത് അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യുക കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് നമ്പേഴ്സാണ് പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ ബാക്കിയുള്ള കോളേജസും അതിന് അനുസരിച്ചിട്ട് നിങ്ങൾ വെച്ചു കൊടുത്ത് നോക്കുക. എന്തായാലും നല്ലൊരു അഡ്മിഷൻ കിട്ടിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.